ഇന്നത്തെ നോമിനേഷൻ വലിയൊരു സംഭവമായിട്ട് അങ്ങ് മാറി. ചിലർക്ക് നോമിനേഷൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവരുടേതായ വികാരങ്ങളൊക്കെ അവർ പ്രകടിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ വലിയ മസിലൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലോല ഹൃദയമായിരിക്കും അകത്ത്. ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്ന് നമ്മുടെ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിൻഡോയുടെ പ്രകടനം. ജിൻഡോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ആ എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലായിട്ടില്ല, അവിടെ ഇരുന്നവർക്കും മനസ്സിലായിട്ടില്ല. പെട്ടെന്നായിരുന്നു. അവിടെ എല്ലാ ആൾക്കാരെയും, കിച്ചൺ ടീമിനെയും വെസൽ ടീമിനെയും എല്ലാ ടീമായിട്ട് എല്ലാവരെയും തിരിച്ചു. പവർ റൂമിലേക്കുള്ളവരെ തെരഞ്ഞെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നോമിനേഷൻ വന്നു. നോമിനേഷനിൽ കുറെ പേര് നോമിനേറ്റ് ആയി. അതില് കളിക്കുന്ന 2-3 പേരൊഴിച്ച് ബാക്കി കുറെ പേര് അവിടെ ചുമ്മാ നിൽക്കുന്ന കുറെ പേര്, എന്ന് വെച്ചാൽ കണ്ടന്റ് കൊടുക്കാനും പറ്റുന്നില്ല, എന്താ വെച്ചാൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള കുറെ പേരും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ജിൻഡോയ്ക്ക് അത് പെട്ടെന്ന് ഫീൽ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ നോറ പിന്നെ ലോല ഹൃദയമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കരയൊക്കെ ചെയ്ത് വെച്ചു, പെട്ടെന്ന് കരച്ചിലൊക്കെ വന്നു. ഇതെല്ലാം നോമിനേഷന്റെ എഫക്റ്റ് ആണ്. നമ്മുടെ കിച്ചൺ ടീമിലെ യമുന വന്നിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ, കിച്ചൺ എങ്ങനെയാണ് കിച്ചൺ കൊണ്ടുപോകുന്നത്, കിച്ചന്റെ ഫുഡിന്റെ സിസ്റ്റം എന്താണെന്നൊക്കെ പറയാൻ വേണ്ടി അവിടെ വന്ന് നിന്നതും നമ്മുടെ ജിൻഡോ ചേട്ടനുണ്ടല്ലോ, മസിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് ചോദിച്ചു, ഇന്ന് ആരാളെ ചായ വെച്ചത്? അപ്പൊ എല്ലാവരും പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. യമുന പറഞ്ഞു എന്താണ്? ഇന്നത്തെ ചായ കൊള്ളത്തില്ലായിരുന്നു. അത് ചായ ഇപ്പൊ നമുക്ക് അങ്ങനെ ഇന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചേട്ടൻ ഇപ്പോഴാണോ പറയുന്നത്? ഇത്രയും നേരം സമയം ഉണ്ടായിട്ട് ചേട്ടൻ ഇപ്പോഴല്ലേ ഇത് പറയുന്നത് ചായ കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുന്നതെന്നാണ് അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞത്. അപ്പൊ ഗബ്രിയും പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളും കിച്ചണിലാണ് ഇപ്പം, ഇനി ഞങ്ങൾ കിച്ചണിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ ആരും ഷെഫും ഇതൊന്നും പഠിച്ചിട്ട് വന്നവരല്ലെന്ന് അവിടെ ഇരുന്നവർ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ചാടി ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഗബ്രിയുടെ അടുത്തോട്ട് ഒറ്റ പോക്കാ. അവിടെ ആ സീൻ കാണണം. അപ്പൊ നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുക, ജാസ്മിൻ ഇങ്ങനെ നോക്കുന്നത് എന്തോ ഇവിടെ സംഭവിക്കുന്നത്. അവിടെ ഇരുന്നവർക്കെല്ലാം ഒരു ഷോക്കായി പോയി. പെട്ടെന്നായിരുന്നു ഇതൊക്കെ നടന്നത്. അടുത്തോട്ട് പോയിട്ട് നീ എന്തിനാടാ, പിന്നെ നിനക്കാണെങ്കിൽ കുക്കിംഗ് അറിയത്തില്ല, നീ എന്തിനാ അങ്ങോട്ട് കയറിയത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ആരും ഇവിടെ ഷെഫും ഇതൊന്നും പഠിച്ചിട്ടൊന്നും അല്ല വരുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു. അതിനുശേഷം ഗബ്രിയോട് എന്തോ ദേഷ്യം ഉള്ളതുപോലെ ജിൻഡോ പെരുമാറുന്നുണ്ടായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ഗെയിമിൽ സത്യം പറഞ്ഞാൽ നല്ല പോയിന്റ് അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ ജയിക്കേണ്ടത് ജിൻഡോ ആണ്. ജിൻഡോയ്ക്ക് പ്രതീക്ഷയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പവർ ക്യാപ്റ്റനാവും, പവർ റൂം എന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് വോട്ടെന്ന് വെച്ചിട്ട് ഇരുന്നപ്പോഴാണ് നോമിനേഷനിലേക്ക് കൂടെ വന്നത്. അപ്പൊ തന്നെ ജിൻഡോയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അത് കളിച്ചത് ഗബ്രി ആണെന്ന് കറക്റ്റായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ആ ആൾക്കാരെ എല്ലാം കൊണ്ട് പോയിന്റ് എല്ലാം അർജുന് കൊടുത്തതിൽ നമ്മുടെ ത്യാഗം ചെയ്ത ആ രേഖ മാഡം ഇല്ലേ, രേഖ മാഡം കുറച്ച് ബോൾ എടുത്ത് അർജുന് കൊടുത്തില്ലയോ? അതിന്റെ പിന്നിലെല്ലാം കളിച്ചതിൽ ഗബ്രിക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് കറക്റ്റായിട്ട് ജിൻഡോയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ജിൻഡോ ആ ദേഷ്യം കൂടെ എല്ലാം വെച്ചുകൊണ്ടാണ് അവിടെ പെരുമാറിയത്. അതിനുശേഷം സിജോ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ജിൻഡോയ്ക്ക് കുറച്ച് കണ്ടന്റ് വേണമായിരുന്നു. ആ കണ്ടന്റ് ഇപ്പം നമ്മളെല്ലാവരും വെച്ച് ജിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാമറ സ്പേസ് ഒക്കെ ജിൻഡോയ്ക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ജിൻഡോ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ജിൻഡോയ്ക്ക് ഇന്നത്തേക്കുള്ളതായി എന്ന് പറഞ്ഞിട്ട് സിജോ അവിടെ പറയുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നവർ മൊത്തവും ഇപ്പം ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും കണ്ടന്റ് ആണെന്ന് കരുതി എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുകയാണ്. ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളിലും കയറി തുമ്മിയാലും വിഷയമാണ് അവിടെ. അപ്പം ഈ കണ്ടന്റ് ഉണ്ടാക്കണം. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ ഇവരൊക്കെ തോന്നുന്നു ഇവർ കഴിഞ്ഞ എല്ലാ സീസണുകളിലും വെളിയിൽ നിന്ന് കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കാം ഇവരെല്ലാരും കൂടെ അകത്തോട്ട് പോയപ്പോൾ ഇവിടെ കണ്ടന്റ് കൊടുക്കണമല്ലോ വെളിയിൽ. അവര് എന്തും കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർ കണ്ടന്റിന് വേണ്ടി ഇപ്പൊ യുദ്ധമാണ്. അവിടെ കണ്ടന്റ് ആണ് ഇപ്പൊ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് പക്ഷേ ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കണ്ടന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് എത്രമാത്രം ഈ ഷോയെ ബാധിക്കുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡൊക്കെ നല്ല എപ്പിസോഡായിരുന്നു. നമുക്ക് ആ ജാസ്മിന്റെ ജാസ്മിൻ ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ജാസ്മിൻ പ്രതികരിക്കുന്നുണ്ട്, തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മറുപടി ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ അവിടെ 4 ആയിട്ട് തിരിച്ചു കൊടുക്കാൻ ജാസ്മിൻ വരുന്നുണ്ട്. ഞാൻ കണ്ടതിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിന്, സിജോ, റോക്കി, ഗബ്രി ആണെങ്കിൽ സ്ട്രോങ് എന്ന് പറയാൻ കാര്യം ഗബ്രി ഈ ചുരണ്ട വിദ്യ ഉണ്ടല്ലോ, എല്ലായിടത്തും പോയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്ന വിദ്യ, ആ വിദ്യ നല്ല പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഗബ്രി അങ്ങനെ ഒരു കളി അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ രതീഷ് മേനോൻ എന്നിവരാണ് ഞാൻ കണ്ടതിൽ ഇപ്പൊ കണ്ടന്റ് ശരിക്കും നല്ലൊരു കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കയറി ഇവർ കണ്ടന്റ് കണ്ടിട്ട് കുറെ പേര് വേറെ കുറെ കണ്ടന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ആണ് ഇപ്പോൾ നമുക്കൊരു കോമഡി ആയിട്ടൊക്കെ തോന്നും. ചില കണ്ടന്റ് ഒക്കെ നമുക്ക് ഇവരുണ്ടാക്കുന്ന കാണുമ്പോൾ ലൈവിലൊക്കെ കാണുമ്പോഴേ ഒരു കോമഡി ഒക്കെ തോന്നും. എന്തായാലും നടക്കട്ടെ, മുന്നോട്ട് പോട്ടെ. നല്ലൊരു എപ്പിസോഡൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും
ഇനി അടുത്ത കണ്ടന്റ് ഇനി ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ അവിടെ എല്ലാം കണ്ടന്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.